മഴക്കെടുതിയിൽ അവതാളത്തിലായ ദുബായ് വിമാനത്താവളം പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തനം തുടങ്ങി. ദിവസം 1400 വിമാനങ്ങൾ ഷെഡ്യൂൾ പ്രകാരം സർവീസ് ആരംഭിച്ചതായും വിമാനത്താവളം അധികൃതർ പറഞ്ഞു. ഈ വീഡിയോ പങ്കുവച്ചാണ് വിമാനത്താവളം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയതായി ദുബായ് വിമാനത്താവളം അധികൃതർ വ്യക്തമാക്കിയത്. 75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയിൽ 2155 വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നുവെന്ന് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫ്റ്റ് പറഞ്ഞു. 155 വിമാനങ്ങൾ വഴി തിരിച്ചു വിടേണ്ടി വന്നു. ഏപ്രിൽ 19-നകം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ജബലലിയിലെ ഷെയ്ഖ് മക്തൂം വിമാനത്താവളത്തിലും കുടുങ്ങിയ യാത്രക്കാർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 75,000 പേർക്ക് ഭക്ഷണവും ദുരിതാശ്വാസ വസ്തുക്കളും എത്തിച്ചു. വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള റോഡിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ലഭിക്കാനുള്ള ബാഗേജുകൾ 24 മണിക്കൂറിനകം ഉടമസ്ഥരിലേക്ക് എത്തിക്കുന്ന നടപടി പൂർത്തിയാക്കുമെന്ന് വിമാനത്താവളം സിഇഒ പറഞ്ഞു. വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെ അതിജീവിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച ജീവനക്കാർക്കും സഹപ്രവർത്തകർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. മീഡിയ 1 ദുബായ്.